നമസ്കാരം. ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെൻഷൻ വിതരണ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് കുടിശ്ശികയുള്ള പെൻഷൻ വിതരണം സംബന്ധിച്ച ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, സംസ്ഥാനത്ത് 1600 രൂപ വീതമാണ് 62 ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കായി നൽകി വരുന്നത്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കും 1600 രൂപ വീതം സംസ്ഥാന സർക്കാർ നൽകി വരുന്നുണ്ട്. സംസ്ഥാനത്തെ പെൻഷൻ മസ്റ്ററിംഗ് കൃത്യമായി പൂർത്തിയാക്കുന്ന എല്ലാ ആളുകൾക്കും 1600 രൂപ വീതമാണ് സംസ്ഥാന സർക്കാർ എല്ലാ മാസവും നീക്കിവെക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ 2024 ജനുവരി മാസം മുതൽ ഇങ്ങോട്ട് 5 മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുവാൻ ബാക്കിയുണ്ട്. ഇത്തരത്തിൽ 8000 രൂപയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ഈ മാസം വരെ ലഭിക്കുവാൻ ബാക്കിയുള്ളത്. കൃത്യമായ എല്ലാ മാസവും 1600 രൂപ വീതം ഇനിയും വിതരണം ചെയ്യുവാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ കുടിശ്ശികയുള്ള പെൻഷൻ തുകയിൽ നിന്നും ഒരു മാസത്തെ പെൻഷൻ തുക കൂടി കൂട്ടിച്ചേർത്ത് 3200 രൂപയായിരിക്കും അടുത്ത മാസം നമ്മളുടെയൊക്കെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമൊക്കെ എത്തിച്ചേരാൻ പോകുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ LDF-നേറ്റ കനത്ത തോൽവി ചർച്ച ചെയ്യുന്ന യോഗങ്ങളിലൊക്കെ സംസ്ഥാനത്തെ താമസിച്ചുള്ള പെൻഷൻ വിതരണം ഒരു വലിയ ഘടകമായി എന്ന് പല നേതാക്കന്മാരും വിലയിരുത്തപ്പെട്ടു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് കൃത്യമായും ഇത്തരത്തിൽ എല്ലാ മാസവും 3200 രൂപ വീതം കൊടുത്തുകൊണ്ട് പെൻഷൻ കുടിശ്ശിക തീർക്കുവാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത്. പെൻഷൻ ബയോമെട്രിക് മസ്റ്ററിംഗ് കൃത്യമായി പൂർത്തിയാക്കുന്ന എല്ലാ ആളുകൾക്കും കൃത്യമായി ഈ ഒരു പെൻഷൻ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും. മറ്റ് പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കും വിതരണ തീയതിയും ഒക്കെ അറിയുന്നതിന് വേണ്ടി ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. താങ്ക്